അപ്പം കൊടുത്തു മേടിച്ച പിണ്ണാക്ക് ഇനി കോൺഗ്രസ് വക്താവ്. സന്ദീപ് വാര്യരെ അപ്പം കൊടുത്തു മേടിച്ച പിണ്ണാക്ക് എന്ന് വിശേഷിപ്പിച്ചത് ഈ ഉള്ളവനല്ല, പിന്നെയോ AK ബാലനാണ്. ചില കോൺഗ്രസ്സുകാർ എന്നെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, ഇത് യഥാർത്ഥത്തിൽ അപ്പം കൊടുത്ത് പിണ്ണാക്ക് വാങ്ങിയതാണ്. ആദർശത്തെക്കാൾ തൻ്റെ ആമാശയമാണ് വലുത് എന്ന തിരിച്ചറിവിന്മേലാണ് സന്ദീപ് വാര്യർ കടകം പറഞ്ഞത്. യാതൊരു കുളിപ്പുമില്ലാതെ ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് എന്ന ആ ശുഭമുഹൂർത്തത്തിലായിരുന്നു സന്ദീപ് വാര്യർ മറുകണ്ഠം ചാടിയത്. ചാനലുകളിൽ വന്നിരുന്ന് അതുവരെ കോൺഗ്രസ് പാർട്ടിയെയും ജവഹർലാൽ നെഹ്റു, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നു വേണ്ട അവരുടെ ഭർത്താവ് റോബർട്ട് വധേരയെ മാത്രമല്ല VD സതീശനടക്കമുള്ള നേതാക്കളെയും പച്ചയ്ക്ക് തെറിവിളിച്ചുകൊണ്ടിരുന്ന സന്ദീപ് വാര്യർക്ക് പുതുതായി നൽകിയിരിക്കുന്ന പദവി കോൺഗ്രസ് വക്താവ് എന്നതാണ്. അതായത് ഛർദിൽ തിന്നുക എന്ന് പറയും. ഇതിനെയാണ് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമുറിക്കുക എന്ന് പറയുന്നത്. കോൺഗ്രസ് പാർട്ടിയെയും നേതാക്കളെയും ചാനലുകളിൽ വന്നിരുന്ന് പച്ചയ്ക്ക് ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന സന്ദീപ് വാര്യർ ഇനി മുതൽ മോദിയെയും BJP നേതൃത്വത്തെയും തെറിവിളിക്കും. പിന്നല്ല, ഇതിനെയൊക്കെയാണ് നാം മുടിഞ്ഞ നിലപാട് എന്ന് വിളിക്കേണ്ടുന്നത്. ഇനി നമുക്ക് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ BJPയുടെ നാവാട്ടക്കാരനായിരുന്നപ്പോൾ നടത്തിയ ആ പ്രകടനങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ ഒന്നുകൂടി കാണാം. എല്ലാ ന്യൂ ഇയർ പാർട്ടിയും വിദേശത്ത് ആഘോഷിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് പാർട്ടിയേക്കാൾ വലുത് ന്യൂ ഇയർ പാർട്ടിയാണ്. വയനാട് പോലെ ഒരു പിന്നോക്ക ജില്ലയെ പ്രതിനിധീകരിക്കുന്ന MP കാണിക്കേണ്ട ആത്മാർത്ഥത രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടാകുന്നില്ല. VD സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് പിന്തുണ നൽകുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളിലും നിലപാടുകൾ സ്വീകരിക്കുന്നത്. തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവനാരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി? നെഹ്റു നിങ്ങളെ ചത്ത കുതിര എന്ന് വിളിച്ച് അകറ്റി നിർത്തിയത് എന്തിനാണ്? നിങ്ങളിപ്പോ വലിയ തോതിൽ പറഞ്ഞല്ലോ, നെഹ്റുവിനെ നിങ്ങൾ വിശേഷിപ്പിച്ചല്ലോ. അതേ നെഹ്റു നിങ്ങളെ ചത്ത കുതിര എന്ന് വിളിച്ച് എന്തിനാണ് അസ്പൃശ്യത കാണിച്ച് അകറ്റി നിർത്തിയത്? നിങ്ങളുടെ കയ്യിലിരിപ്പ് കാരണമാണ്. നിങ്ങൾ മുസ്ലിം ലീഗിന്റെ കേമത്വം എന്നും പറയേണ്ട, സ്വന്തം പേരിൽ പോലും മതം ചേർത്തുകൊണ്ട് ഈ രാജ്യത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിവുണ്ടാക്കാൻ നടക്കുന്ന വർഗീയവാദികളാണ് നിങ്ങൾ. നിങ്ങൾ കപട മതേതരവാദികളാണ്, നിങ്ങൾ വർഗീയവാദികളാണ്. 1-ാം നമ്പർ. നിങ്ങൾ പാകിസ്ഥാൻ വാദം പറഞ്ഞ പാകിസ്ഥാൻ അതേ പാർട്ടിയുടെ ബാക്കിയുള്ള ആളുകൾ തന്നെയാണ്. ഒരു സംശയമില്ല. നിങ്ങൾ കേരളത്തിലടക്കം പാകിസ്ഥാന് വേണ്ടി ഇറന്ന ആളുകളാണ്. നെഹ്റു നിങ്ങളെ ചത്ത കുതിര എന്നാ വിളിച്ചത്. നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ കയ്യിലിരിപ്പ് നെഹ്റുവിനെ പോലും അറിയാമായിരുന്നു. നിങ്ങളുടെ കയ്യിലിരിപ്പ് നെഹ്റുവിനെ പോലും അറിയാമായിരുന്നു. കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് മനസ്സിലാക്കാൻ ഈ പ്രിയങ്ക വാദ്രയുടെ കുടുംബം, അതായത് റോബർട്ട് വാദ്ര തന്നെ കർഷക ഭൂമി തട്ടിയെടുത്ത കേസിലെ പ്രതിയാണ് എന്നുള്ള കാര്യം, ഒരൊറ്റ കാര്യം മതി അവരിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന നാടകമാണെന്ന് മനസ്സിലാവാൻ. 1, 17 മാസക്കാലം ഈ നാട്ടിലെ മുഴുവൻ പ്രതിപക്ഷത്തെയും ജയിലിലടച്ച കോൺഗ്രസിന് ഇക്കാര്യത്തെ കുറിച്ച് പറയാൻ എന്ത് അർഹതയുള്ളത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഈ നാട്ടിലെ മുഴുവൻ പ്രതിപക്ഷത്തെയും പത്രമാധ്യമങ്ങളെയും അവരെ എല്ലാ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അടച്ചു പൂട്ടി ജയിലിലടച്ചവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഇത് പറയാൻ ഒരു അർഹതയുമില്ല. പിന്നെ കർഷക സ്നേഹം പറയുന്നുണ്ടല്ലോ. 98-ൽ മധ്യപ്രദേശിൽ മുത്തലിയ എന്ന് പറയുന്ന സ്ഥലത്ത് 24 കർഷകരെയാണ് ദിഗ്വിജയ് സിംഗിന്റെ കോൺഗ്രസ് സർക്കാർ വെടിവെച്ചു വന്നത്. 24 കർഷകരെ ഒറ്റ ദിവസം. മറ്റൊരു കാര്യം കൂടി പറയാം. ഇപ്പൊ മിനിഞ്ഞാന്ന് രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ സർക്കാർ MSP ആവശ്യപ്പെട്ട് സമരം ചെയ്ത കർഷകരെ അതിക്രൂരമായി തല്ലിച്ചതച്ചു. അവർ ആശുപത്രിയിലാണ്. അവിടേക്കൊന്നും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക വാദ്രയ്ക്കും പോണ്ട. അപ്പുറത്ത് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി സ്വന്തം നാട്ടിൽ കലാപം നടക്കുന്നത് ശ്രദ്ധിക്കാതെ, 4 ആദിവാസി കർഷകരെ വെടിവെച്ചു പോകുന്നത് ശ്രദ്ധിക്കാതെ, അവിടുത്തെ വർഗീയ കലാപം ശ്രദ്ധിക്കാതെ ലക്നൌവിലേക്ക് ഫ്ലൈറ്റ് കയറി വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടേത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള നാടകമല്ലാതെ മറ്റെന്താണ്? അപ്പൊ കോൺഗ്രസ് ഈ പരിപാടി അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് ഇപ്പൊ ഉത്തർപ്രദേശിലുള്ളത് 5-6% വോട്ടാണ്. അതുകൂടി ആ സമാജ്വാദി പാർട്ടിക്കോ BSPക്കോ സംഭാവന ചെയ്ത ശേഷം തിരിച്ച് വണ്ടി കയറി പോരുന്നതായിരിക്കും ഈ നെഹ്റു കുടുംബത്തിലെ പുതിയ തലമുറയ്ക്ക് നല്ലത്. ഇവര് കാണിക്കുന്ന നാടകമൊക്കെ UPയിലെ ജനങ്ങൾ എന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. അതാണല്ലോ അമേഠിയിൽ നിന്ന് പരാജയപ്പെട്ട് വയനാട്ടിലേക്ക് ഒളിച്ചോടേണ്ടി വന്നത്. ഇനി നമുക്ക് സന്ദീപ് വാര്യർ കടകം മറിഞ്ഞ് കോൺഗ്രസിലെത്തിയപ്പോൾ നടത്തുന്ന ആ ന്യായീകരണം കൂടി ഒന്ന് കാണാം. രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന കോൺഗ്രസിലേക്കാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്കാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ഇന്നലെ മുതൽ ഞാൻ പറയുന്ന രാഷ്ട്രീയം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമാണ്, പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയമാണ്. കേരളത്തിലെ CPIM-മായി ചേർന്ന്
മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. കെ സുധാകരന് ശേഷിയില്ല എന്ന് ആരാണ് പറഞ്ഞു വരുത്തിയത്? ഇതല്ലേ അവസരവാദി സന്ദീപ് വാര്യർക്ക് കൊടുക്കാവുന്ന ഏറ്റവും മുട്ടൻ പണി, അല്ല പദവി. ഈ വക്താക്കൾ എന്ന് പറയുന്ന നാവാട്ടക്കാർ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരല്ല എന്നതാണ്. വയറ്റിപ്പഴപ്പിന് വേണ്ടി മലക്കം മറിഞ്ഞ് നിങ്ങൾ വിസർജിക്കുന്നത് അപ്പാടെ ജനങ്ങൾ വിഴുങ്ങില്ല എന്ന് ഓർക്കുക. കാലം മാറിയെന്നും മനസ്സിലാക്കുക. നിലവിൽ KPCC പ്രസിഡന്റിന്റെ ചുമതലയും പ്രതിപക്ഷ നേതാവിൻ്റെ പണിയും കോൺഗ്രസ് വക്താവിൻ്റെ റോളും ഹൈക്കമാൻഡിൻ്റെ പണിയും എല്ലാം കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെന്നിത്തലയാണ്. അദ്ദേഹത്തെയും ഒരു കളം വരച്ച് അതിനകത്തിരുത്തുകയോ ഏതെങ്കിലും പാലമരത്തിൽ തളയ്ക്കുകയോ ചെയ്തില്ലെങ്കിൽ വക്താക്കളെല്ലാം കൂടി ന്യായീകരിച്ച് പാർട്ടിയെപ്പോലും ഇല്ലാണ്ടാക്കും. സൂക്ഷിക്കുക. അവസരവാദികളെയും കുലകുത്തുകളെയും എടുത്ത് തോളത്ത് വെക്കുന്ന പാർട്ടി നേതൃത്വം ഓർക്കേണ്ടുന്ന ഒരു കാര്യം, വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി സമരവും നടത്തി അടിയും കൊണ്ട് ജയിലിലും കിടന്ന് രാപകൽ പണിയെടുക്കുന്ന പാർട്ടിയിലെ യുവനേതാക്കളെ നിങ്ങൾ കാണാതെ പോകരുത് എന്നത് മാത്രമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.